റമളാൻ ഷഹ്റുൽ മഗ്ഫിറ, പാപമോചനത്തിന്റെ മാസം. എല്ലാ രാത്രിയും പകലും അള്ളാഹ് പുറത്തുതരും. പൊറുക്കാനായിട്ട് റമളാനിൽ ഒരാൾ തൗബയൊന്നും ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചോ, എന്നാലും മഗ്ഫിറത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വലിയ തെറ്റ് പൊറുക്കണമെങ്കിൽ തൗബയും വേണ്ടി വരും. തെറ്റ് വേഗത്തിൽ പൊറുക്കാൻ പറ്റിയ 15 അമലുകൾ ഞാൻ പറഞ്ഞ് എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. ഒന്നാമത്തത്, തെറ്റുകൾ പുറത്തു കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട 15 അമലുകളെ കുറിച്ചാണ് പറയണത്. ഒന്ന്, ഇസ്ബാഉൽ വുളൂ, അവയവങ്ങളെല്ലാം നീട്ടിക്കഴുകുക. എപ്പോ? വുളൂഇന്റെ നേരത്ത്. എന്തായാലും നമ്മൾ വുളൂ എടുക്കാറുണ്ട്. ആ വുളൂ ചെയ്യുന്നത് മുഖം, കൈ, കാല്, ഇതാണ് നീട്ടിക്കഴുകേണ്ട അവയവങ്ങൾ. ബാക്കി ഒന്ന് തല തടവേണ്ടതാണ്, ചെവി പിന്നെ തടവാനുള്ളതാണ്. മുങ്കൈ പിന്നെ നീട്ടിക്കഴുകിയാൽ പിന്നെ മുങ്കൈ കഴുകൽ എന്ന് പറയൂലല്ല, മുങ്കൈ കഴുകിയാൽ മതി, അത്ര തന്നെ. മുഖം, 2 കൈയും കാലും നീട്ടിക്കഴുകുക. എങ്കിൽ അയാളുടെ ദോഷങ്ങളെല്ലാം പുറത്തു കിട്ടും, ഹറാമുകൾ മുഴുവനും പുറത്തു കിട്ടും. വുളൂഇന്റെ പ്രത്യേകത തന്നെ എന്താന്ന് വെച്ചാൽ, ഓരോ അവയവങ്ങൾ കഴുകുമ്പോൾ അതത് അവയവങ്ങളുടെ ഹറാമുകൾ പൊറുക്കുന്നതാണ്. കൈ കഴുകുമ്പോൾ കൈയുടെ ദോഷങ്ങൾ പൊറുക്കും, കാല് കഴുകുമ്പോൾ കാലുകൊണ്ടുള്ള ദോഷം പൊറുക്കും, തല തടവുമ്പോൾ തലയുടെ ദോഷം പൊറുക്കും. തലയുടെ ദോഷം ഏതാ ദോഷം? തലക്ക് മാത്രമായിട്ടൊരു ദോഷമുണ്ടോ? ഉണ്ടാവുമല്ലോ, ആൾക്കാരെ തലനെ കൊണ്ട് കളിയാക്കിയവരുണ്ടാവല്ലോ. ഓ വല്ല കളി ഉണ്ടാവല്ലോ, ഓർക്കണ്ടേ? കിബറോടുകൂടി തലി കെട്ടിയതും പൊറുക്കേണ്ടത് അങ്ങനെയാണെന്ന് സുയൂത്തി ഇമാം നസായിക്ക് ശർഹ് എഴുതിയപ്പോൾ പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവും, ചില ആളുടെ തലീക്കെട്ടിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും, ഹൊയല ആയിട്ട്. അത് പൊറുക്കണ്ടേ? അത് പൊറുക്കണം. അപ്പൊ അവയവങ്ങൾ നീട്ടിക്കഴുകിയിട്ടുള്ള വുളൂ, അങ്ങനെ വുളൂ എടുത്താൽ അന ഫറത്തുഹും അലൽ ഹൗൽ, ഞാൻ അവരെ ഹൗലുൽ കൗസറിന്റെ അടുത്ത് കാത്തിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് എങ്ങനെയാ മറ്റു നബിമാരുടെ ഉമ്മത്തിൽ നിന്ന് തങ്ങളെ ഉമ്മത്തിന് വേറെ തന്നെ മനസ്സിലാവുക നബിയേ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, എൻ്റെ ഉമ്മത്ത് വുളൂ എടുക്കുമ്പോൾ അവയവങ്ങളൊക്കെ നീട്ടിക്കഴുകിയിട്ടുണ്ടാവും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തോള് വരെ നീട്ടിക്കഴുകും അത്രേ കൈ കഴുകുമ്പോൾ. അന ഫറത്തുഹും അലൽ ഹൗൽ, ഞാൻ ഹൗലുൽ കൗസറിൻ്റെ അടുത്ത് അവരെ കാത്തിരിക്കും. നമുക്കവിടെ എത്തണ്ടേ? തങ്ങളുടെ അടുത്ത് എത്തണം. അതിന് വുളൂഇന്റെ അവയവങ്ങളെല്ലാം നീട്ടിക്കഴുകണം. ഹൗലുൽ കൗസറിൻ്റെ അടുത്ത് നാട്ടി ഓടിക്കപ്പെടുന്ന 5 വിഭാഗമുണ്ട്. ഒന്ന്, തെറ്റിനെ നിസ്സാരമാക്കുന്നവർ. അതൊന്നും പ്രശ്നമല്ല, അതെല്ലാം നോക്കിയാൽ നടക്കുമെന്ന്. കോളേജെല്ലാം ആകുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ലേ, കല്യാണല്ലേ, കുറച്ചൊക്കെ കണ്ടിട്ടില്ല എന്ന് നടിക്കണ്ടേ. 2, തെറ്റിനെ പരസ്യമാക്കുന്നവർ. ഹറാമ് ചെയ്യുക എന്നിട്ട് സ്റ്റാറ്റസ് ഇടുക, ഹറാമ് ചെയ്യുക എന്നിട്ട് വീഡിയോ ഇടുക, എന്നിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. 3, സ്ഥിരം തെറ്റ് ചെയ്യുന്നവർ. എല്ലാ രാത്രിയും ലാസ്റ്റ് സീൻ ടുഡേ 12:54. 4, മുർത്തദ്, എക്സ് മുസ്ലിം. 5, ബിദ്അത്തുകാർ. ഈ 5 എണ്ണത്തിന് ആട്ടി ഓടിക്കും. സ്വക്കൻ വബ്ബുദൻ പാടാണ്. റസൂലുള്ള ഭാവം ഹൗലുൽ കൗസർ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. തങ്ങളോട് വേണ്ട നബിയെ കൊടുക്കണ്ടെന്ന്. തങ്ങൾക്ക് ശേഷം അവർ ചെയ്ത വൃത്തികേട് തങ്ങൾക്ക് അറിയായിട്ടാണ് അങ്ങനെ പറയാത്ത. ഒരു സംശയം ഉണ്ടാവും അവിടെ. തുറന്നു അലയ്യ അമാലു ഉമ്മത്തി എന്നല്ലേ, എൻ്റെ ഉമ്മത്തിൻ്റെ എല്ലാം ഞാൻ കാണൂന്നല്ലേ. ഈ ഫാസിഖീങ്ങളുടെ തെറ്റൊന്നും തങ്ങളാകുന്ന ഷറഫാക്കപ്പെട്ട കണ്ണിന് കാണിച്ചു കൊടുത്തിട്ട് തങ്ങൾക്ക് വിഷമാക്കൂല. അതതിൻ്റെ തഹ്ഖീഖ്. അബ്ദുല്ലാഹി സിറാജി ഞങ്ങളുടെ സൂറത്തുൽ കൗസറിൻ്റെ വ്യാഖ്യാനത്തിൽ അത് കാണാം. അപ്പം അങ്ങനെ തഹ്ഖീഖ് വിശദീകരിക്കേണ്ട ഒരു ക്ലാസ് അല്ലല്ലോ. അപ്പോൾ വുളൂഇൻ്റെ അവയവങ്ങൾക്ക് നീട്ടിക്കഴുകി വുളൂ കൊടുക്കണം. ഈ വയലിനെ കുറിച്ചിട്ട് കമൻ്റ് അല്ല ഇപ്പം വേണ്ടത്. പൊതുവേ നമ്മുടെ നാട്ടിൽ ഇപ്പം അങ്ങനെയാണ്. നല്ല വയലോട്ടോ. മൂപ്പരെ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. പലപ്പോഴും ക്ലിപ്പ് കേട്ടിട്ടുണ്ട്. ഒരു കാര്യം ദുനിയാവിലും അതിനെ കൊണ്ട് ഉപകാരമില്ല, ആഖിറത്തിലും ഇല്ല. പിന്നെന്താ? തിരിച്ചു ചിന്തിക്കുക, വുളൂഇൻ്റെ അവയവങ്ങളൊക്കെ നീട്ടിക്കഴുകുക. എന്തായാലും ഒരു ദിവസം 4-5-6 വുളൂ എന്തായാലും എടുക്കണില്ലേ? ഉണ്ട്. അതൊക്കെ ഒന്ന് അവയവങ്ങളൊക്കെ നീട്ടിക്കഴുകി, മുഖമൊക്കെ ഒന്ന് വൃത്തിയിൽ കഴുകി, കഴുത്തിൻ്റെ 2 സൈഡെല്ലാം കഴുകി, ഒന്ന് ഉരച്ച് കഴുകി, അങ്ങനെ ഒന്ന് ചെയ്തൂടെ? എന്തായാലും ഒന്നും എടുക്കണ്ടല്ലോ. അങ്ങനെ തീരുമാനിക്കണം. 2ാമത് നമ്മളെ ദോഷം മുറുക്കാൻ പറ്റിയ അമല്, നിസ്കാരം കഴിഞ്ഞ സ്ഥലത്ത് അതേപോലെ ഇരിക്കുക. ലോകത്ത് ഒരധ്വാനം ഇല്ലാതെ ദോഷം മുറുക്കാൻ പറ്റുന്ന അമലാണ് അതെന്ന് ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ ഇബ്നു ബത്വാൽ തങ്ങൾ പറയുന്നുണ്ട്. അതിനേക്കാൾ എളുപ്പമായി തെറ്റ് പൊറുക്കാൻ പറ്റിയ ഒരു കാര്യം ലോകത്തില്ല. നിസ്കരിച്ച സ്ഥലത്ത് അങ്ങനെ തന്നെ ഇരിക്കുക.
പള്ളിയോട് വലിയ സ്നേഹമുള്ള മനുഷ്യന്മാരാണ് നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് എണീറ്റിട്ട് പള്ളീൻ്റെ സൈഡിലുള്ള ചുമരിനേക്ക് ചാരിയിരിക്കുന്നത്. കാരണം പള്ളി എടുത്തിട്ട് വർഷങ്ങളായി, ഇതെങ്ങാനും പൊട്ടി വീണാലോ എന്ന് ചിന്തിച്ച് ആ പള്ളിയോടുള്ള സ്നേഹം കീപ്പ് ചെയ്യുന്ന മനുഷ്യന്മാരെ ഞാനൊന്നും പറയണില്ല. നമുക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞെന്താന്ന്? നാട്ടുകാർക്ക് മനസ്സിലാവും ആ ഭാഷയിലോ? യെസ്. നിസ്കരിച്ച സ്ഥലത്ത് ഇരിക്കുമ്പോൾ ഇബ്ലീസ് മെസ്സേജ് അയക്കും, അല്ലടാ നീ ഇങ്ങനെ ഇരിക്കാൻ പറ്റും, പോണ്ടേ. അത് നടക്കൂലെന്ന് കാണുമ്പോഴാണ് നടുവേന കാലുവേന എന്നാൽ വെറുതെ തോന്നും. നിസ്കരിച്ച സ്ഥലത്തിരിക്കുക, ഒരു അധ്വാനവും ഇല്ലാണ്ട്. അവിടെ ചെല്ലിയാലുള്ള കൂലി വേറെ ഉണ്ട്. നിസ്കരിച്ച സ്ഥലത്ത് അതേപടി ഇരുന്നാൽ മാദാമ ഫീ മുസല്ലാഹു, ആ നിസ്കരിച്ച സ്ഥലത്ത് അങ്ങനെ തന്നെ ഇരുന്നാൽ മലക്കൾ അല്ലാഹു മഗ്ഫിർ ലഹു, ഇയാൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാന്ന്. ഈ പുറത്തു കൊടുക്കണേന്ന് ദ്വാരക്കുന്ന ആരാ? മലക്കൾ. ആരോടാ ദ്വാരക്കുന്നത്? അള്ളാഹിനോട്. മലക്കളോട് ആ പണി ചെയ്യണം എന്നാരാ പറഞ്ഞത്? അള്ളാഹ് തന്നെ. എന്നിട്ട് അള്ളാഹ് ദോഷം പുറത്തു കൊടുക്കാണ്ടിക്കോ? ഇല്ല. കാരണം എന്തേ? വദുആ ഉൽ മലായികത്തി മർജുവുൽ ലിൽ ഇജാബ ലിഖൗലിഹി തആല വലാ യശ്ഫഉ ഇൻദഹു ഇല്ലാ ലിമൻ ഇർതദ ഫതുൽ ബരി. അള്ളാഹ് ഏൽപ്പിച്ചല്ലേ, അള്ളാഹുടെ ദുആ സ്വീകരിക്കൂലേ? അള്ളാഹല്ലേ അവരെ ഏൽപ്പിക്കണത്. അപ്പോൾ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുക. ചായക്ക് വെള്ളം വെക്കുക ഗ്യാസ് അടുപ്പിൽ, വേഗം പോയിട്ട് നിസ്കരിക്കുക, ഒറ്റയടിക്ക് തിരിച്ചു വന്നിട്ട് ബാക്കി ചായപ്പൊടി ഇടുക. ഈ സംസ്കാരമൊക്കെ നിർത്തിയിട്ട് ഒന്നടി ഇരുന്നിട്ട് ചൊല്ലുക. താത്തമാരോടാ പറയണത്, ഉമ്മമാരോടാ പറയണത്. അവിടെ ഇരുന്നിട്ട് ചൊല്ലുക. നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഫോൺ നോക്കും. എന്തേ? സ്വീകരിച്ചു എന്നുള്ള OTP വന്ന് കുറേ സമയമല്ലോ കാത്തുക്കുന്നു. OTP നോക്കല. നിസ്കരിച്ച സ്ഥലത്ത് അവിടെ ഇരിക്കുക, ഒരധ്വാനം ഇല്ലാണ്ട് ദോഷം പുറക്കും. മൂന്നാമത്തെ അമല് ഇൻതിലാറുൽ ജമാഅത്ത് നിസ്കാരം കാത്തിരിക്കുക. ഉദാഹരണത്തിന് കുറച്ച് നേരത്തെ പള്ളിയിൽ പോയിട്ട് അവിടെ ഉള്ളെടുത്ത് തഹിയ്യത്തെല്ലാം നിസ്കരിച്ച് അവിടെ കാത്തിരിക്കുക. തഹിയ്യത്ത് നമ്മൾ പള്ളിയിൽ നിസ്കരിച്ചാൽ ആ പള്ളി നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കും. ആ പള്ളി അള്ളാഹിൻ്റെ അടുത്ത് സാക്ഷി വെക്കും. യൗമ ഇതിൻ തുഹദ്ദിസു അഖ്ബാറഹ, ആ പള്ളി പറയും തഹിയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്. ഈയിടെ ഒരാളെ പറ്റി കേട്ടു, അയാൾ എനിക്ക് പരിചയമുണ്ട്. അയാൾ നേരിട്ട് പറഞ്ഞതല്ല, അയാൾ ഏത് പള്ളി കണ്ടാലും വുളു എടുത്തിട്ട് തഹിയ്യത്ത് നിസ്കരിക്കും. ളുഹറിൻ്റെ സമയമൊന്നുമല്ല, അസറിൻ്റെ സമയമൊന്നുമല്ല, അതിൻ്റെ സമയമൊന്നുമല്ല. വുളു എടുക്കും, തഹിയ്യത്ത് നിസ്കരിക്കും. എന്താ അതിൻ്റെ കാരണം? മൂപ്പര് ഉത്തരേന്ത്യയിൽ ഒരു സിയാറത്തിന് പോയപ്പോൾ ഒരു ഉറുദു ആല ഓടി വന്നിട്ട് ബാങ്ക് കൊടുത്തോട്ടെ എന്ന് അവിടുത്തെ ഉസ്താദിനോട് ചോദിച്ചു. പെർമിഷൻ കൊടുത്തു, ബാങ്ക് കൊടുത്തു. മൂപ്പരോട് ഇയാൾ ചോദിച്ചു, ഇത്രങ്ങൾ എന്താ ബാങ്ക് കൊടുക്കാൻ കാരണം? അത് ഈ ബാങ്ക് കൊടുത്താൽ ബാങ്ക് കേട്ട കല്ലും മരങ്ങളും ബാങ്ക് കൊടുത്താക്ക് വേണ്ടി സ്വർഗം കിട്ടാൻ സാക്ഷിക്കുന്നാണല്ലോ. വലാ മദറുൻ വലാ ഹജറുൻ. അതെ, അതുകൊണ്ട് ഞാൻ എൻ്റെ നാട്ടിൽ കുറേ തവണ കൊടുത്തു. അതുകൊണ്ട് പരമാവധി പള്ളിയിൽ നിസ്കാരത്തിൻ്റെ സമയത്ത് പോയിട്ട് ചോദിച്ചിട്ട് പെർമിഷൻ എടുത്തിട്ട് കൊടുക്കും. അപ്പോൾ ഇയാൾ മൂപ്പരോട് ചോദിച്ചു, അങ്ങനെ കുറേ ആയ ഈ പരിപാടി തുടങ്ങിയിട്ട്? എല്ലാം കുറച്ചേ ആയിട്ടുള്ളൂ എന്നാണ്. എത്ര പള്ളിയിൽ വാങ്ങിക്കൊടുത്തു? 3000 പള്ളിയിൽ വാങ്ങിക്കൊടുത്തു. എത്ര? 3000 പള്ളിയിൽ വാങ്ങിക്കൊടുത്തു. ഇത് കേട്ടതിന് ശേഷം മൂപ്പര് പറയാ, ഞാനിപ്പം നമ്മളെ കേരളീയ സാഹചര്യത്തിൽ ഒരു ഉസ്താദൊന്നും അല്ലാത്തതുകൊണ്ട്, ഒരു സാധാരണക്കാരനായതുകൊണ്ട് എല്ലായ്പ്പോഴും ബാങ്ക് കൊടുക്കാൻ വേറെ ഉസ്താദുമാർ ഔദ്യോഗിക ചുമതല ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു അധ്യാപകനായി എനിക്ക് ചാൻസ് ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചിന്തിച്ച് നമുക്കും ഇതേപോലെ സാക്ഷിക്കാൻ ഒരു പള്ളി ആവട്ടെ എന്ന് കരുതി കണ്ട പള്ളിയിലെല്ലാം ഒന്നുകൊടുത്തിട്ട് വേഗം കയറി തഹിയ്യത്ത് നിസ്കരിക്കല പരിപാടി. അപ്പോൾ മൂപ്പരോട് വെച്ച് കുറേ ആയ ആ സിയാറത്ത് കഴിഞ്ഞിട്ട് ഈ അനുഭവം ഉണ്ടായിട്ട് നിങ്ങൾ ഈ തഹിയ്യത്ത് തുടങ്ങിയിട്ട്? ഇല്ല ഇപ്പം അടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. എത്ര പള്ളിയായി തഹിയ്യത്ത് നിസ്കരിച്ച്? അല്ല, അതിന് മാത്രം എണ്ണാനൊന്നായിട്ടില്ല, കുറച്ചായില്ലോ. എന്നാലും 800 പള്ളി കഴിഞ്ഞു. എന്തെങ്കിലും ഉണ്ടോ നമുക്ക് അള്ളാഹിൻ്റെ അടുത്ത് പോകുമ്പോൾ പറയാൻ? എന്തെങ്കിലും ഉണ്ടോ? വേണ്ടേ? നമുക്ക് വേണ്ടേ? ഇൻതിലാറുൽ ജമാഅത്തിന് വേണ്ടി പള്ളിയിൽ ഇങ്ങനെ കാത്തുക്കുക. ഇബ്ലീസ് വിടൂല കേട്ടോ, വിടൂല. അതിനാണ് ഇബ്ലീസിൻ്റെ ചതിയെ നമ്മൾ ആദ്യം പഠിച്ചത്. വിടൂല, നമ്മളവിടെ ഇങ്ങനെ കാത്തുക്കുക. ദോഷങ്ങളിങ്ങനെ, ദോഷം പൊറുക്കുന്ന ഹറാമ് പൊറുക്കുന്ന പറയുന്നു. നമ്മുടെ ഹറാമുകൾ ഇങ്ങനെ ഒന്നും ചെയ്യണ്ട, അവിടെ ജമാഅത്തിന് കാത്തുന്നാൽ മതി. അതിനെക്കുറിച്ച് മാത്രം ഇബ്നു റജബുൽ ഹംബലി തങ്ങൾക്ക് അതിമനോഹരമായ ഒരു കിതാബ് തന്നെയുണ്ട്. 4
സ്വലാത്തു തസ്ബീഹ്, തസ്ബീഹ് നിസ്കാരത്തിനെ കുറിച്ച് ഹദീസിലുണ്ടല്ലോ. ചെറുതും രഹസ്യവും പരസ്യവും ഏത് ദോഷവും പൊറുക്കുമെന്ന് ഹദീസിൽ കാണാം. തസ്ബീഹ്സ്കാരം അത് റമദാൻ 27 പ്രത്യേകം നിബന്ധനയുള്ള ഒരു നിസ്കാരമൊന്നുമല്ല. സമയം കണ്ടെത്തിയിട്ട് നിസ്കരിക്കണം. നമ്മളെ നാട്ടിൽ നിന്ന് ഈ അടുത്തൊരു ഉമ്മാമ മരിച്ചുപോയി. 83-ാമത്തെ വയസ്സിലാണ് ആ പെണ്ണുങ്ങൾ മരിക്കണത്. അവരെല്ലാ ദിവസവും തസ്ബീഹ്സ്കരിക്കും. എല്ലാ ദിവസവും ളുഹാ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരു 9:30-10 മണിക്ക് തസ്ബീഹ്സ്കാരം. എല്ലാ ദിവസവും തസ്ബീഹ്സ്കാരം നട്ടുച്ചക്ക് നിസ്കരിക്കാൻ പാടില്ല, 12 മണിക്കൊന്നും ഹറാമാണ്. കാരണം തസ്ബീഹ്സ്കാരം മുത്തലക്കായ സുന്നത്തസ്കാരത്തിൽ പെട്ടതാണ്. വെള്ളിയാഴ്ച ആ നിയമമില്ല, വെള്ളിയാഴ്ച ആ നട്ടുച്ചൻ്റെ നിയമമില്ല എന്ന് നമുക്കറിയാലോ. ഇപ്പോൾ അതിലേക്കൊന്നും വിശദമായിട്ട് പോകുകയല്ല, നമുക്ക് സമയം അനുവദിക്കുന്നില്ല അതിന്. തസ്ബീഹ്സ്കാരം ദോഷങ്ങളൊക്കെ പുറത്ത് കിട്ടുന്ന 4-ാമത്തെ ഒരു ഇബാദത്താണ്. 5 ഖിയാമു റമദാൻ, തറാവീഹ് നിസ്കാരം. തറാവീഹ് നിസ്കാരത്തോടെ മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ, ബുഖാരിയിലുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചിട്ട് ഒരാൾ തറാവീഹ് നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ബുഖാരി. അയാളുടെ എല്ലാ തെറ്റും പൊറുക്കും. കൂട്ടുകാരായ ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ട പെൺകൊടികളെ, ഒരൊറ്റ ദിവസത്തെയും നമുക്കുള്ള തറാവീഹ് ഒഴിവാക്കരുത്. ഇപ്പം പുതിയൊരു കോൺസെപ്റ്റ് വന്നതാ. ബീച്ചിലെ ഇഫ്താറിനെ കുറിച്ചൊന്നും അല്ല ഞാൻ പറയണത്, ആണും പെണ്ണും ഇടകലർന്നിട്ടുള്ള ഇഫ്താറിനെ കുറിച്ചല്ല പറയണത്. റമദാനിൽ ഹറാം ഉണ്ടാവാൻ വല്ലാത്തൊരു ധൈര്യം തന്നെയല്ലേ നമ്മളെ കുട്ടികൾക്ക്. റമദാനിൽ ഹറാം ചെയ്താൽ സാധാരണ കാലത്തുള്ള കുറ്റമല്ല കേട്ടോ. റമദാനിലെ ഹറാം കടുപ്പപ്പെട്ടതാണ്. റമദാനെങ്ങാനും എതിര് നമുക്ക് സാക്ഷി നിന്നാൽ, ഇവനിതാ ബീച്ചിലും പോയിട്ട് ഓൻ്റെ ക്ലാസ്മേറ്റ്സ് ആണും പെണ്ണും കൂടി ഇഫ്താർ നടത്തിയെന്നെങ്ങാനും റമദാൻ നമ്മളെക്കുറിച്ച് എതിര് സാക്ഷി നിന്നാൽ പിന്നെ നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ ഒരു മനുഷ്യനുണ്ടാവില്ല. റമദാനും ഖുർആനും ഒരാൾക്കെതിരായാൽ പിന്നെ അയാൾ രക്ഷപ്പെടൂലത്രേ. ഞാൻ അതിനെക്കുറിച്ചല്ല പറയണത്. ഇപ്പം തുടങ്ങിയ അന്നാണ് തറാവീഹ് ഒരു 10 കഴിഞ്ഞാൽ വരിക, 4 കഴിഞ്ഞാൽ വരിക, 16 റക്അത്താകുമ്പോൾ വരിക. ആദ്യം വന്നാൾ തിരിച്ചു പോയി. ഇതെന്താ റിലേയാ, ബാറ്റം കൈമാറിയിട്ട് പോവാൻ? തറാവീഹ് 20 റക്അത്ത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്നിട്ട് 10 ജുസു ഖുർആൻ ഓതുന്നാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. വേഗം തീരണം എന്നല്ല അവർ വിചാരിച്ചേക്കുന്നത്. തറാവീഹിന് ശേഷം മാത്രം ഓതിയ ഖുർആൻ പാരായണം 3 ദിവസം കൊണ്ട് ഖത്മു തീർക്കും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. അങ്ങനെ ചെറിയ പെരുന്നാളിൻ്റെ ദിവസം വഫാത്തായ ബുഖാരി വാങ്ങും. കണ്ടോ, അവരുടെ ഒക്കെ ഇബാദത്തിൻ്റെ മുന്നിലേക്കാണ് നമ്മൾ മഹ്ശറിലേക്ക് പോകേണ്ടത്. അങ്ങനെ ഒരു 4 റക്അത്ത് തറാവീഹ് നിസ്കരിച്ച് വീട്ടിലേക്ക് പോവുക, അങ്ങനെയൊന്നും ആവരുത്. ഈ വർഷത്തെ 30 തറാവീഹും ഞാൻ 20 റക്അത്ത് കൃത്യം നിസ്കരിക്കുമെന്ന സ്ട്രോങ് തീരുമാനം നമ്മളങ്ങ് എടുക്കണം. എല്ലാം മൂത്രമെല്ലാം ഒഴിച്ച് അടിപൊളിയായി വുളൂഎടുത്ത് റമദാൻ്റെ രാത്രിയിലുള്ള കുളിയൊക്കെ സുന്നത്തായ കുളിയെന്ന് കരുതി നേരത്തെ പള്ളിയിലേക്ക് വന്ന് ജമാഅത്തായി ഇശാവും ശേഷമുള്ള സുന്നത്തൊക്കെ നിസ്കരിച്ച് തറാവീഹ്. എന്ത് രസമുണ്ടാവും. വൽമുറാദു ബിഖിയാമി റമദാൻ സ്വലാത്തു തറാവീഹ് വത്തഫഖൽ ഉലമാ അലാ ഇസ്തിഹ്ബാബിഹാ. ഈ ഹദീസിൽ പറഞ്ഞ നിസ്കാരം തറാവീഹാന്ന് നബി ഇമാം പറഞ്ഞല്ലോ, ഫത്തുൽ ബാരി ഉദ്ധരിച്ചല്ലോ, മെർക്കാത്തെടുത്ത് കൊണ്ടുവന്നല്ലോ. തറാവീഹ് നിസ്കരിക്കണം. ഈ തറാവീഹിനെ കുറിച്ച് മാത്രം പറയുമ്പോൾ എന്താ, അള്ളാഹ്ക്ക് വേണ്ടി തറാവീഹ് നിസ്കരിച്ചാൽ എന്ന് പ്രത്യേകം ഹദീസിൽ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ, മിക്കപ്പോഴും ആൾക്കാർ തറാവീഹ് നിസ്കരിക്കുമ്പോൾ ഭാര്യ വീട്ടിൽ ഇപ്പോൾ ഉറങ്ങിയാൽ ഭാര്യൻ്റെ ഉമ്മയും ഭാര്യയും എന്തെങ്കിലും വിചാരിക്കും, ഈ ചങ്ങായാലും കുറേ പഠിച്ചിട്ട് തറാവീഹ് ബോർ പരിപാടിയാണ്. സ്വന്തം പേർക്കൊന്നും ഉമ്മ എന്തായാലും വിടൂല. റോഡിൻ്റെ തെരുവിലിരുന്നാൽ നാട്ടുകാർ കളിയാക്കും. അതുകൊണ്ട് പിന്നെ തറാവീഹ് നിസ്കരിക്കലല്ലാണ്ട് രക്ഷയില്ലല്ല എന്ന് വിചാരിച്ച് പള്ളി പോണ്ടാണ്. അതാണ്ടാണ് മുഹ്തസിബൻ അല്ലെങ്കിൽ മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ എന്ന് പറഞ്ഞത് എന്ന് കിതാബുകളിൽ കാണാം. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് ഏത് കാര്യത്തിൽ പറയുന്നുണ്ടെങ്കിലും അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ അക്കാര്യം 90% ആൾക്കാരും ദുനിയാവിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും എന്നാണ്.
ഇപ്പം അത് വിശദീകരിക്കാൻ നേരമില്ല. അടുത്തത് ലൈലത്തുൽ ഖദർ ഹയാത്താക്കിയാൽ അയാളുടെ ദോഷങ്ങളൊക്കെ പൊറുക്കും. അടുത്തത് ഭക്ഷണം കഴിച്ചിട്ട് അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ഈ ദിക്റിൽ അയാളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുക്കും. ഞാനിതൊരു സ്ഥലത്ത് ക്ലാസ് എടുത്തപ്പോൾ ഒരു CM-കാരനായ ഒരു പയ്യൻ എൻ്റെ അടുത്ത് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ചോദിച്ചു, തിന്നിട്ട് നമ്മൾ ദിക്റില്ലാൽ കൂലി ഇങ്ങോട്ട് തന്നെയല്ലേ? തിന്നാനേതായാലും അല്ല തന്ന്, എന്നിട്ടും കൂലി ഇങ്ങോട്ട് തന്നെയല്ലേ? അള്ളാഹിൻ്റെ സ്നേഹം. ആ കുട്ടി പറയാം. ഓൻ പറഞ്ഞപ്പോഴാണ് ഞാനും ആ പാർട്ടും ആ എലമെൻ്റ് ആലോചിച്ചത്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അൽഹംദുലില്ലാഹില്ലദീ എന്ന് നമ്മൾ ചൊല്ലിയാൽ, അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ, ഈ ദിക്റിൽ ഗുഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ. അയാളുടെ മുൻകഴിഞ്ഞ ദോഷങ്ങൾ പൊറുക്കുമെന്ന് മാത്രമല്ല, വരാനിരിക്കുന്ന കാലത്ത് തെറ്റില്ലാത്ത നല്ല ജീവിതവും കൊടുക്കും. ഇത്തരത്തിലെ 16 കാര്യങ്ങളെ ഖുറത്തുല്ലഹിൻ്റെ വ്യാഖ്യാനമായ നിഹായത്തു സൈൻ എടുത്ത് ഉദ്ധരിച്ച് പറയുന്നുണ്ട്. അടുത്തത് 8-മത്തത് ഇമാമിൻ്റെ കൂടെ ആമീൻ എന്നുള്ളത്, വലല്ലാഹി കഴിഞ്ഞിട്ട് ആമീൻ ഇമാമിൻ്റെ കൂടെ തന്നെ പറഞ്ഞാൽ അയാളുടെ ദോഷങ്ങൾ പൊറുക്കും. മലക്കൾ ഇമാമിൻ്റെ കൂടെ ആമീൻ പറയും. അപ്പോൾ നമ്മുടെ ആമീന് മലക്കളുടെ ആമീൻ്റെ കൂടെ ആയാൽ കഴിച്ചിലാവും. മഹാന്മാർ മലക്കളുടെ ആമീൻ കേൾക്കാറുണ്ട് എന്ന് ഷെഹറാനി ഇമാമിൻ്റെ ലവാഖയിൽ വായിച്ചിട്ടുണ്ട്. അടുത്തത് നിസ്കാര ശേഷമുള്ള 33 സുബ്ഹാനല്ലാഹ് സ്ഥിരം ചൊല്ലിയാൽ, അഥവാ അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ 100 പൂർത്തിയാക്കുന്ന ദിക്റും ചൊല്ലിയാൽ കടലിലെ നുരകളുടെ അത്രയും ദോഷങ്ങളുണ്ടെങ്കിലും അള്ളാഹു പുറത്തു കൊടുക്കും. 10-മത്തത് സുബഹ നിസ്കാരം ജമാഅത്തോടെ നിർവഹിച്ചാൽ അയാൾ ചെയ്ത തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കും. അടുത്തത് ഹജറുൽ അസ്വദ് തൊട്ട് ചുംബിക്കലോടുകൂടി അയാളുടെ തെറ്റുകുറ്റങ്ങളെല്ലാം പൊറുക്കുകയും ഹജറുൽ അസ്വദ് ആഖിറത്തിൽ, ഹജറുൽ അസ്വദിന് ചുണ്ടും നാവൊക്കെ കൊടുക്കും, ആഖിറത്തിൽ പറയും അത്രേ ഇയാൾ എന്നെ ചുംബിച്ചിട്ടുണ്ട് എന്ന്. അയാൾക്ക് അതുവഴി സ്വർഗം കിട്ടുകയും ചെയ്യും. ഹജറുൽ അസ്വദിനെ കുറിച്ച് തന്നെ കിതാബുണ്ടല്ലോ. ഇനി തെക്കും തിരക്കും കൂട്ടിയിട്ട് ആൾക്കാരെ ഇടിച്ചും വീഴ്ത്തിയൊന്നും പോകാൻ പാടില്ല, അത് ഹറാമാണ്. അത്തരം സമയങ്ങളിൽ നമ്മൾ ഇഷാറത്താക്കി ചുംബിച്ചാൽ ഈ പ്രതിഫലം കിട്ടുകയും ചെയ്യും. 12-മത്തത് ഒരു ദിവസം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്ർ 100 തവണ ഒരാൾ ചൊല്ലിയാൽ അയാളുടെ എല്ലാ തെറ്റും ഒന്ന് പുറത്തു കൊടുക്കും അത്രേ. ഡെയിലി 100 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലിയാൽ, ഈ 100നെ കുറിച്ച് കിതാബുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇമാം ദർദരി തങ്ങൾ നജ്മുദ്ദീനുൽ ഖൈത്തി തങ്ങൾ എഴുതിയ അൽ ഇബ്തിഹാജ് എന്ന ഇസ്രാ മിഅ്റാജിൻ്റെ മൗലിദിന് എഴുതിയ വ്യാഖ്യാനത്തിൽ ഹാഷിയയിൽ പറയുന്നുണ്ട്, ഈ 100 എന്നുള്ളത് തുടർച്ചയായിട്ട് തന്നെ 100 ഒറ്റ ഇരുത്തത്തിന് ചൊല്ലണമെന്നൊന്നുമില്ല. രാവിലെ ഒരു 50, വൈകുന്നേരം 50 സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഡെയിലി 100 ചൊല്ലി പൂർത്തിയാക്കിയാൽ അവരുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുക്കും. വെറുതെ ലത്തീഫൊക്കെ ഔറാദായി കൊണ്ട് നടക്കുന്ന ആൾക്ക് സിമ്പിളായി അതിൽ ഇൻക്ലൂഡഡ് ആണ്. എന്നാൽ ഈ വയല് കേൾക്കുന്ന മുഴുവൻ മോമിനീങ്ങൾ ഞാനടക്കം ചിന്തിക്കേണ്ടത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ളത് എല്ലാ ദിവസവും 100 ചൊല്ലണം എന്നുള്ളതാണ്. അടുത്തത് വുളൂഇന് ശേഷമുള്ള വുളൂഇൻ്റെ സുന്നത്ത് നിസ്കാരം നിർവഹിച്ചാൽ അയാളുടെ ദോഷങ്ങൾ പൊറുക്കും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലും തോറും അയാളുടെ ദോഷങ്ങൾ പൊറുക്കും. തഹജ്ജുദ് നിസ്കാരം, ആ നിസ്കാരത്തോടുകൂടി അയാൾക്ക് ദോഷങ്ങൾ പൊറുക്കും. ഇതെല്ലാം ഹദീസിൽ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. അള്ളാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തേരുമാറാവട്ടെ. ഈ മജ്ലിസ് നീ ഖബൂലാക്കണേ റഹ്മാനെ.